പെരിയ ഇരട്ടക്കൊലപാതകത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ബിജെപി രംഗത്ത്. സിപിഎം നേതാക്കൾ പ്രതികളായ കൊലപാതക കേസുകൾ സിബിഐക്ക് വിടണമെന്ന് ബിജെപി നേതാവ് പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു. സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാൻ കോൺഗ്രസ് നീക്കം ശക്തമാക്കി. പെരിയ ഇരട്ടക്കൊലക്കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് ഉടൻ കോടതിയെ സമീപിക്കും. അധികാരത്തിന്റെ മുമ്പിൽ പരോളും നൽകി അവരെ ഇങ്ങനെ പാർട്ടി ഏൽപ്പിക്കുന്ന കൊലപാതകങ്ങൾ നടത്താൻ ഏൽപ്പിക്കുന്ന ഒരു പ്രവണതയാണ് കേരളത്തിൽ. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, സിബിഐ അന്വേഷണമല്ലാതെ കേരള പോലീസ് നടത്തുന്ന ഒരു അന്വേഷണം തൃപ്തികരമല്ല. സിബിഐ അന്വേഷണ ആവശ്യത്തെ പിന്തുണച്ച് ബിജെപിയും രംഗത്തെത്തി. ബിജെപിയുടെ ഡിമാൻഡ് ഈ കേസുകളെല്ലാം, കേരളത്തിലെ പ്രധാനപ്പെട്ട ക്രിമിനൽ കേസുകളെല്ലാം, കൊലക്കേസുകളെല്ലാം സിപിഎം ഉൾപ്പെട്ടത് സിബിഐക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ നേതാക്കന്മാരുടെ ഗൂഢാലോചന പുറത്തു വരും, അതിൻ്റെ പ്രിപ്പറേഷൻ പുറത്തു വരും. അതുകൊണ്ട് പ്രധാനപ്പെട്ട കേസെല്ലാം ഏൽപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് 7 കേസുകൾക്ക് വേണ്ടി കോടതി പോയവരാണ്. ആ പട്ടികയിലേക്ക് പെരിയയിലെ കേസും ഏൽപ്പിക്കേണ്ടതാണ്. പെരിയ സംഭവത്തിൽ രാഷ്ട്രീയം നോക്കിയല്ല അന്വേഷണമെന്ന് ഡിജിപി ലോക്നാഥ് ബെഹ്റ. ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തും. We will do a professional investigation. Either political party or no, this is a murder, and murder has to be actually there are doing double murder. So we will be very careful. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 തിരുവനന്തപുരം. സംഘർഷം ഒഴിയാതെ കാസർഗോഡ്. ഇരട്ടക്കൊലപാതകവും സംഘർഷങ്ങളും ഉണ്ടായ പെരിയയിൽ അക്രമ സംഭവങ്ങൾ തുടരുകയാണ്. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് രാജന്റെ വീടിന് നേരെ ആക്രമണമുണ്ടായി. കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത് ലാലിന്റെയും വീട് സുരേഷ് ഗോപി സന്ദർശിച്ചു. പെരിയയിൽ ഒറ്റപ്പെട്ട അക്രമങ്ങൾ തുടരുന്നു. ഉദുമ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് രാജന്റെ പെരിയയിലുള്ള വീടിനു നേരെ അർദ്ധരാത്രി ആക്രമണം ഉണ്ടായി. വീടിനു തീയിടാൻ ശ്രമമുണ്ടായതായി പോലീസ് പറഞ്ഞു. കൊല ചെയ്യപ്പെട്ട കൃപേഷിന്റെയും ശരത് ലാലിന്റെയും വീട് സുരേഷ് ഗോപി MP സന്ദർശിച്ചു. IG ശ്രീജിത്തിൽ വിശ്വാസമുണ്ട്, എന്നാൽ അദ്ദേഹത്തെ നിയോഗിച്ചവരിൽ വിശ്വാസമില്ലെന്ന് സുരേഷ് ഗോപി. ശ്രീജിത്ത് കൃത്യമായി വെച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ്. പക്ഷെ ആ വെച്ചിരിക്കുന്നവർ അദ്ദേഹത്തെ എങ്ങനെ, അതിനെ സംബന്ധിച്ച് എനിക്ക് ഒരു വിശ്വാസക്കുറവല്ല, പ്യുവർ ഡിസ്ബിലീഫ്. ഇരട്ടക്കൊല നടന്ന കല്യോട്ട് പ്രദേശം ഇപ്പോൾ ശാന്തമാണ്. കല്യോട്ടുള്ള CPM പ്രവർത്തകരുടെ വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും നേരെ പരക്കെ അക്രമം നടന്നിരുന്നു. സ്ഥലം സന്ദർശിക്കാനെത്തിയ CPM നേതാക്കൾക്കെതിരെ ഇന്നലെ നാട്ടുകാർ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തു. ക്രൈംബ്രാഞ്ച് അന്വേഷണം നാളെ ഏറ്റെടുക്കും. ന്യൂസ് 18 കാസർഗോഡ്. കേരളത്തിലെ അക്രമ സംഭവങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് ഒളിച്ചോടാൻ കഴിയില്ലെന്ന് കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റ്. നിലവിൽ കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യമാണുള്ളത്. കേരളത്തിലും മികച്ച വിജയം നേടും. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും സച്ചിൻ പൈലറ്റ് മലപ്പുറത്ത് പറഞ്ഞു. UDF is very strongly moving towards sweeping the next Lok Sabha elections. The current Chief Minister and his government have really let down, and the kind of violence we witnessed in Kerala, it's unprecedented. And even though some of the violence may be because of radical thinking and radical actions, but the government of the day is fully accountable for the prevailing law and order. The amount of political killings that we have seen in the last few years is unprecedented. And the Chief Minister cannot escape his responsibility for maintaining that law and order in Kerala. ശരിദൂരം പിടിക്കാൻ. NSS CPM പോര് വെടക്കാക്കി തനിക്കാക്കാൻ കോൺഗ്രസ്. സുകുമാരൻ നായർക്ക് മാന്യൻ സർട്ടിഫിക്കറ്റ് നൽകി KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെയാണ് ഈ രാഷ്ട്രീയ മുതലെടുപ്പിനായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. മാടമ്പി സംസ്കാരം CPMനാണെന്നും ചരിത്രം അറിയാത്തവരാണ് BJPയുമായി NSS കൂട്ടുകൂടുമെന്ന് കുറ്റപ്പെടുത്തുന്നതെന്നും കോടിയേരിക്ക് മറുപടിയായി മുല്ലപ്പള്ളി പറഞ്ഞു. കോടിയേരി ബാലകൃഷ്ണൻ സുകുമാരൻ നായർ വാക്പോരാട്ടം രൂക്ഷമായ സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ പുതിയ നീക്കം. NSSനെ പുകഴ്ത്തുന്ന പ്രസ്താവനകളാണ് കോൺഗ്രസ് നേതാക്കളുടേത്. NSSനെ മാടമ്പി എന്ന് വിളിച്ച കോടിയേരിക്ക് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ മറുപടി ഇങ്ങനെ: മാടമ്പി സ്വഭാവമുള്ള മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും മനസ്സിലാക്കേണ്ടത് ആ മാടമ്പി സംസ്കാരത്തിന്റെ പ്രതിനിധികൾ CPMന്റെ നേതാക്കന്മാർ തന്നെയാണ്. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ രൂക്ഷമായി വിമർശിക്കുന്ന പ്രസ്താവനകളാണ് CPM നേതൃത്വം നടത്തുന്നത്. ഇതിന് കോൺഗ്രസ് ഉയർത്തുന്ന പ്രതിരോധം ഇങ്ങനെ: NSSന്റെ ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായരെ ഞാൻ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അടിമുടി മാന്യൻ, എന്നാൽ സുദൃഢമായ അഭിപ്രായങ്ങൾ എല്ലാ കാര്യത്തിലുമുള്ള ഒരു നേതാവ്.
ശബരിമല സമരത്തിന് പിന്നാലെ BJPയുമായി NSS അടുക്കുന്നു എന്ന സൂചനകൾക്കിടയിലാണ് NSSന്റെ പിന്തുണ തേടിയുള്ള കോൺഗ്രസിന്റെ ഈ പ്രതിരോധം. ഞങ്ങളെ NSS ഞങ്ങളെയൊക്കെ എതിർത്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ എതിർത്ത ഒരു സാമുദായിക സംഘടനകളെയും ഞങ്ങൾ മോശമായി പറഞ്ഞിട്ടില്ല. 1957 ആദ്യ കേരള നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ തിരുവിതാംകൂർ ഭാഗത്ത് നിന്ന് ചില കമ്മ്യൂണിസ്റ്റ് MLAമാർ അന്ന് വിജയിച്ചു വന്നതിൽ ശ്രീ മന്നത്ത് പത്മനാഭന്റെ സഹായം ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം കോടിയേരി മനസ്സിലാക്കണം. CPM-NSS തർക്കത്തിൽ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് പുതിയൊരു രാഷ്ട്രീയ നീക്കമാണ്. NSS പിന്തുണ BJPക്കൊപ്പമാവാതിരിക്കാനുള്ള മുൻകരുതൽ കൂടിയാണ് ഈ തന്ത്രം. ന്യൂസ് 18 തിരുവനന്തപുരം. NSSനെതിരെ വീണ്ടും നിലപാട് കടുപ്പിച്ച് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. RSSനെയും കോൺഗ്രസിനെയും യോജിപ്പിച്ച് രഹസ്യധാരണയുണ്ടാക്കാനാണ് NSS ശ്രമിക്കുന്നത്. ശബരിമല വിഷയത്തിലെ NSS ഇടപെടൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നും കോടിയേരി ആരോപിച്ചു. അവിശുദ്ധ നീക്കങ്ങളിൽ ജാഗ്രത പുലർത്തുക എന്ന തലക്കെട്ടിൽ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിലാണ് NSSനെതിരെ കോടിയേരി ആഞ്ഞടിച്ചത്. ശബരിമല വിഷയത്തിലെ NSS ഇടപെടൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ്. RSSനെയും കോൺഗ്രസിനെയും യോജിപ്പിച്ച് പല മണ്ഡലങ്ങളിലും രഹസ്യധാരണയുണ്ടാക്കാനാണ് NSS ശ്രമം. വിശ്വാസ സംരക്ഷണ നിലപാട് പ്രഖ്യാപിച്ച് ഇടതുപക്ഷത്തിനെതിരെ കൂട്ടുകെട്ടുണ്ടാക്കുകയാണ് ലക്ഷ്യം. ഇതിനായി വിശ്വാസത്തെ മറയാക്കാൻ ശ്രമിക്കുകയാണെന്നും കോടിയേരി ആരോപിച്ചു. കേരള സംരക്ഷണ യാത്രയ്ക്ക് കോട്ടയത്ത് നൽകിയ സ്വീകരണത്തിലും NSSനെതിരെ കോടിയേരി കടുത്ത വിമർശനം നടത്തി. കോൺഗ്രസിന്റെ ഇത്തരം പ്രചരണങ്ങളൊന്നും UDFന്റെ ഇത്തരം പ്രചാരപരങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ ചെലവാകാൻ പോകുന്നില്ല. സമാധാനപൂർവമായ രാഷ്ട്രീയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിനെയും ഇടതുപക്ഷത്തെയും ജനങ്ങൾ അംഗീകരിക്കണം. അതിന്റെ ഭാഗമായി നാട്ടിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും നമ്മുടെ സഖാക്കൾ സമാധാനം സ്ഥാപിക്കാൻ ഇടപെടണം. ഭരണഘടനയും സുപ്രീം കോടതിയെയും അംഗീകരിക്കില്ല എന്ന സമീപനമാണ് NSS നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നതെന്നും CPM സംസ്ഥാന സെക്രട്ടറി കുറ്റപ്പെടുത്തി. കോടതി വിധി തിരുത്തിക്കാൻ NSS ജനക്കൂട്ടത്തെ തെരുവിലിറക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ന്യൂസ് 18 കോട്ടയം. കൊച്ചി ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീ പൂർണ്ണമായും അണച്ചതായി ജില്ലാ ഭരണകൂടം. നാളെ രാവിലെയോടെ പുക നിയന്ത്രിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. സംഭവത്തിനു പിന്നിൽ അട്ടിമറിയെന്ന് സംശയിക്കുന്നതായി മേയർ സൗമിനി ജയൻ ആരോപിച്ചു. നീണ്ട പരിശ്രമത്തിനൊടുവിൽ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീ അണച്ചതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു. പുക നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. 50% പുക നിയന്ത്രിക്കാനായി. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്ന് ജില്ലാ കളക്ടർ മുഹമ്മദ് വൈ സഫറുള്ള പറഞ്ഞു. പ്രദേശവാസികൾ ജാഗ്രത പുലർത്തണമെന്നും അറിയിപ്പുണ്ട്. സംഭവത്തിനു പിന്നിൽ അട്ടിമറിയാണെന്ന് സംശയിക്കുന്നതായി മേയർ സൗമിനി ജെയിൻ ആരോപിച്ചു. ഈ ഒരു വർഷത്തിലാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 2, 3, 4 പ്രാവശ്യം അടുപ്പിച്ച് തീ ഇവിടെ കാണുന്നത്. അതൊരു വേനലിൻ്റെ ചൂടേറിയത് കൊണ്ടുള്ള തീയായിട്ട് മാത്രം നമുക്ക് ചിന്തിക്കാനാവുന്നില്ല. അതിനപ്പുറം എന്തോ അട്ടിമറി പ്രവർത്തനങ്ങൾ ഇതിൽ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പ്രദേശവാസികൾ AC ഉപയോഗം ഒഴിവാക്കുക, ശാരീരിക അസ്വാസ്ഥ്യമുള്ളവർ ആശുപത്രിയിൽ ചികിത്സ തേടുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. ജനങ്ങളുടെ ആശങ്കയകറ്റാൻ ആരോഗ്യവകുപ്പ് എല്ലാ സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. കൊച്ചിയിൽ വീണ്ടും തീപിടുത്തം. തമ്മനം പൊന്നുരുന്നി കൂത്താപ്പാടി അമ്പലത്തിന് സമീപമുള്ള പറമ്പിലാണ് തീപിടുത്തമുണ്ടായത്. ഒരു കാറും ഓട്ടോറിക്ഷയും കത്തിനശിച്ചു. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ആർക്കും പരിക്കില്ല. ചെന്നൈ നഗരത്തിന് സമീപം പാർക്കിംഗ് സ്ഥലത്തുണ്ടായ തീപിടുത്തത്തിൽ 100-ലേറെ കാറുകൾ കത്തിനശിച്ചു. ചെന്നൈ ശ്രീരാമചന്ദ്ര മെഡിക്കൽ കോളേജിനടുത്തായി ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. സ്വകാര്യ കമ്പനിയുടെ പാർക്കിംഗ് സ്ഥലത്തായിരുന്നു തീ പടർന്നത്. ആളപായമില്ല. സാധാരണക്കാരുടെ ഭവന നിർമ്മാണത്തിനുള്ള GST നിരക്ക് 1% കുറയ്ക്കാൻ GST കൌൺസിൽ തീരുമാനം. ചെലവ് കൂടിയ ഭവനങ്ങൾക്കുള്ള നികുതി നിരക്ക് 5%. സർക്കാർ സ്വകാര്യ ലോട്ടറികളുടെ നിരക്ക് ഏകീകരിക്കാനുള്ള കേന്ദ്ര നീക്കം കേരളത്തിന്റെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് മാറ്റിവെച്ചു. ഇക്കാര്യം വീണ്ടും മന്ത്രിതല സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇടത്തരക്കാരുടെ പിന്തുണയാർജിക്കാനാണ് ചെലവ് കുറഞ്ഞ ഭവന നിർമ്മാണത്തിനുള്ള GST നിരക്ക് കുറച്ചത്. സാധാരണക്കാരുടെ ഭവനങ്ങൾക്കുള്ള നികുതി 8% നിന്ന് 1% കുറയ്ക്കാനാണ് തീരുമാനം. 45 ലക്ഷം രൂപയിൽ താഴെ ചിലവുള്ള വീടുകളാണ് ഈ ഗണത്തിൽ വരിക. മെട്രോ നഗരങ്ങളിൽ 60 ചതുരശ്ര മീറ്ററും മറ്റിടങ്ങളിൽ 90 ചതുരശ്ര മീറ്ററും വിസ്തീർണമെന്നതാണ് മാനദണ്ഡം. അതേസമയം 45 ലക്ഷം രൂപയിൽ കൂടുതൽ ചെലവുള്ള വീടുകളുടെ GST നിരക്ക് 12% നിന്ന് 5% കുറച്ചു. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇല്ലാതെയാണ് ഭവന നിർമ്മാണത്തിനുള്ള നിരക്കിളവുകൾ. പുതിയ നിരക്ക് ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരും. അതേസമയം സംസ്ഥാന ലോട്ടറിയുടെയും സ്വകാര്യ ലോട്ടറിയുടെയും നിരക്ക് ഏകീകരിക്കാനുള്ള കേന്ദ്ര നീക്കം
കേരളത്തിന്റെ എതിർപ്പിനെ തുടർന്ന് ഇക്കുറിയും പാളി. ലോട്ടറി നികുതി ഇനിയിപ്പോൾ ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ യോഗം ചേർന്നാലും മാർച്ച് മാസത്തിലാണ് GST കൗൺസിൽ നടക്കാം. വീഡിയോ കോൺഫറൻസ് ആയാലും അതൊരു പുതിയ തീരുമാനമല്ലേ, നടപ്പാക്കാൻ പറ്റില്ല. നിലവിൽ സംസ്ഥാന ലോട്ടറി നിരക്ക് 12%, സ്വകാര്യ ലോട്ടറിയുടേത് 28%. നിരക്ക് ഏകീകരിക്കുന്നത് ലോട്ടറി മാഫിയെ സഹായിക്കാനാണെന്ന കേരളത്തിന്റെ വാദത്തെ പഞ്ചാബ്, പശ്ചിമബംഗാൾ തുടങ്ങിയ BJP ഇതര സംസ്ഥാനങ്ങൾ പിന്തുണച്ചു. തുടർന്ന് വോട്ടെടുപ്പിലേക്ക് കടക്കാതെ ശുപാർശ കൂടുതൽ ചർച്ചകൾക്കായി വീണ്ടും മന്ത്രിതല സമിതിയുടെ പരിഗണനയ്ക്ക് വിടുകയായിരുന്നു. എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. അരുണാചൽ പ്രദേശിലെ തലസ്ഥാനമായ ഇറ്റാനഗറിൽ വൻ കലാപം. ഉപമുഖ്യമന്ത്രിയുടെ വീടിന് ജനക്കൂട്ടം തീയിട്ടു. സംസ്ഥാനത്തിന് പുറത്തുനിന്നെത്തിയ 6 ഗോത്രവർഗ്ഗങ്ങളെ അരുണാചലിലെ സ്ഥിരതാമസക്കാരെ അംഗീകരിക്കാനുള്ള സർക്കാർ തീരുമാനമാണ് കലാപത്തിന് കാരണമായത്. പ്രതിഷേധക്കാർ 100 കണക്കിന് വാഹനങ്ങൾ കത്തിച്ചു. ജില്ലാ പോലീസ് കമ്മീഷണറുടെ വസതിക്ക് നേരെയും ആക്രമണമുണ്ടായി. സമരക്കാർ 5 തിയേറ്ററുകൾ കത്തിക്കുകയും ചലച്ചിത്രമേളയ്ക്ക് നാഗാലാൻഡിൽ നിന്നെത്തിയ സംഗീത ഗ്രൂപ്പിനെ ആക്രമിക്കുകയും ചെയ്തതായി റിപ്പോർട്ടുണ്ട്. ബംഗ്ലാദേശിൽ യാത്രക്കാരുമായി പറന്ന വിമാനം റാഞ്ചാനുള്ള ശ്രമം സുരക്ഷാ സേന പരാജയപ്പെടുത്തി. ധാക്കയിൽ നിന്ന് ദുബായിലേക്ക് പുറപ്പെട്ട വിമാനമാണ് റാഞ്ചാൻ ശ്രമിച്ചത്. തുടർന്ന് വിമാനം ചിറ്റഗോങ്ങിൽ അടിയന്തരമായി ലാൻഡ് ചെയ്തു. യാത്രക്കാരെ സുരക്ഷിതമായി പുറത്തിറക്കി. ജമ്മുകാശ്മീരിൽ ഭീകരർക്കും വിഘടനവാദികൾക്കുമെതിരെ നടപടി ശക്തമാക്കി സൈന്യം. ജമ്മുകാശ്മീരിലെ കുൽഗാമിൽ 3 ഭീകരരെ സൈന്യം ഏറ്റുമുട്ടലിൽ വധിച്ചു. ഭീകരരെ വെടിയേറ്റ് പോലീസ് ഡെപ്യൂട്ടി സൂപ്രണ്ട് അമൻ താക്കൂർ കൊല്ലപ്പെട്ടു. ജമാഅത്തെ ഇസ്ലാമിയുടെ 150 നേതാക്കളെ അറസ്റ്റ് ചെയ്തു. ഭീകരർ മറഞ്ഞിരിക്കുന്നുവെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സൈന്യം നടത്തിയ തെരച്ചിലിലാണ് 2 ഭീകരരെ വധിച്ചത്. JKLF നേതാവ് യാസിൻ മാലിക്കിനെ വെള്ളിയാഴ്ച കശ്മീരിൽ അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നാലെ ജമാഅത്തെ ഇസ്ലാമിയുടെ അടക്കം 150 നേതാക്കളും അറസ്റ്റിലായിട്ടുണ്ട്. കൂട്ട അറസ്റ്റിനെ മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി വിമർശിച്ചു. 10,000 അർദ്ധസൈനികരെ അടിയന്തരമായി ആകാശമാർഗം കശ്മീരിലെത്തിച്ചത് അഭ്യൂഹങ്ങൾക്ക് കാരണമായി. യുദ്ധമുണ്ടാകുമെന്ന ഭീതിയിൽ ജനങ്ങൾ ഭക്ഷണസാധനങ്ങൾ വാങ്ങിക്കൂട്ടി. എന്നാൽ സൈനികർ എത്തിയത് തെരഞ്ഞെടുപ്പ് സുരക്ഷയുടെ ഭാഗമായാണെന്ന് കശ്മീർ ഗവർണർ സത്യപാൽ മാലിക് അറിയിച്ചു. മറ്റ് സംസ്ഥാനക്കാർക്കാർക്കും കശ്മീരിൽ വസ്തുവകകൾ വാങ്ങാൻ കഴിയില്ല എന്ന ഭരണഘടനാ ചട്ടം എടുത്തു കളയണമെന്ന ഹർജി സുപ്രീംകോടതി തിങ്കളാഴ്ച പരിഗണിക്കും. അതിനിടെ പാകിസ്ഥാനിലെ പാർലമെന്റ് അംഗമായ രമേശ് കുമാർ വാങ്വാണി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ നേരത്തെയുള്ള ക്ഷണമനുസരിച്ച് കുംഭമേളയ്ക്കെത്തിയതായിരുന്നു രമേശ് കുമാർ. ഇതിനിടെ കേന്ദ്ര പോലീസ് വിഭാഗങ്ങളുടെ അലവൻസുകൾ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു. റിസ്ക്, ഹാർഡ്ഷിപ്പ് അലവൻസുകളാണ് വർദ്ധിപ്പിച്ചത്. CRPF അടക്കമുള്ള കേന്ദ്ര അർദ്ധസൈനിക വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇതിന്റെ പ്രയോജനം കിട്ടും. ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തുവെന്ന റിപ്പോർട്ട് പാകിസ്ഥാൻ നിഷേധിച്ചു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. പുൽവാമ ഭീകരാക്രമണത്തിന് സൈന്യം തിരിച്ചടി നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ ആവർത്തിച്ചു. ആക്രമണം നടന്ന് 100 മണിക്കൂർ പോലും തികയും മുൻപ് ആസൂത്രകർക്കും പിന്തുണച്ചവർക്കുമെതിരെ സൈന്യം നടപടിയെടുത്തു. ജവാന്മാരുടെ കുടുംബത്തെ അഭിവാദ്യം ചെയ്യുന്നതായും രാജ്യം അവർക്കൊപ്പമാണെന്നും മോദി പറഞ്ഞു. രാജ്യത്തിന് യുദ്ധസ്മാരകമില്ലെന്ന് വേദനയോടെയാണ് അറിഞ്ഞത്. ഡൽഹിയിൽ നിർമ്മിച്ച യുദ്ധസ്മാരകം നാളെ രാജ്യത്തിന് സമർപ്പിക്കും. മൻ കി ബാത്ത് റേഡിയോ പ്രഭാഷണത്തിലായിരുന്നു മോദിയുടെ പരാമർശം. അധികാരത്തിൽ തിരിച്ചുവരുമെന്ന ആത്മവിശ്വാസവും പ്രധാനമന്ത്രി പ്രകടിപ്പിച്ചു. കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ സഹായം നൽകുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ആദ്യ ഗഡുവായ 2,000 രൂപ 1 കോടിയിലധികം കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിൽ നിക്ഷേപിച്ചുകൊണ്ടായിരുന്നു ഉദ്ഘാടനം. പദ്ധതിക്ക് അർഹരായവരുടെ പട്ടിക വേഗത്തിൽ നൽകാതെ രാഷ്ട്രീയം കളിക്കുന്ന സംസ്ഥാന സർക്കാരുകളെ ജനങ്ങൾ തകർക്കുമെന്ന് മോദി പറഞ്ഞു. ജയ് ജവാൻ ജയ് കിസാൻ, ജയ് ജവാൻ ജയ് കിസാൻ. ഹിന്ദി ഹൃദയഭൂമിയിലേറ്റ തിരിച്ചടിയെ തുടർന്ന് കർഷക രോഷം ശമിപ്പിക്കാൻ ഇടക്കാല ബജറ്റിൽ പ്രഖ്യാപിച്ച PM കിസാൻ പദ്ധതിയാണ് പ്രാബല്യത്തിലായത്. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ തട്ടകമായ ഗോരഖ്പൂരിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി പദ്ധതിക്ക് തുടക്കമിട്ടു. തിരഞ്ഞെടുത്ത കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആദ്യ ഗഡുവായ 2,000 രൂപ നിക്ഷേപിച്ചായിരുന്നു ഉദ്ഘാടനം. 180 लाभार्थी किसानों के खातों में ये राशि पहुंचेगी और ये राशि है 2,021 करोड़ रुपए की. പദ്ധതിയെ രാഷ്ട്രീയവൽക്കരിച്ച് യോഗ്യരായ കർഷകരുടെ പട്ടിക നൽകാത്ത BJP ഇതര സർക്കാരുകൾക്ക് മോഡി മുന്നറിയിപ്പ് നൽകി. കർഷക ശാപത്തിൽ ഈ സർക്കാരുകൾ നശിക്കും. और सच्ची किसान की सेवा क्या होती है ये मोदी करके दिखाएगा. और इसलिए पार्लियामेंट में देखा होगा उनके चेहरे लटके हुए थे. കാർഷിക വായ്പ എഴുതിത്തള്ളുമെന്ന കോൺഗ്രസ് പ്രഖ്യാപനത്തെ PM കിസാനിലൂടെ തിരഞ്ഞെടുപ്പിൽ നേരിടുമെന്ന സൂചന പ്രധാനമന്ത്രി നൽകി. ചുരുക്കം ചിലർക്ക് മാത്രം ഗുണം ലഭിക്കുന്ന വായ്പ എഴുതിത്തള്ളൽ കുറ്റകരമായ നടപടിയാണെന്നും PM കിസാനിലൂടെ കർഷകരുടെ സമഗ്ര അഭിവൃദ്ധിയാണ് ലക്ഷ്യമെന്നും മോഡി. 5 ഏക്കറിൽ താഴെ ഭൂമിയുള്ള രാജ്യത്തെ 12 കോടിയിലധികം കർഷകർക്ക്
വർഷം 6000 രൂപ സഹായം ലഭിക്കും. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകർ പദ്ധതിയെപ്പറ്റി വീഡിയോ കോൺഫറൻസിലൂടെ പ്രധാനമന്ത്രിയുമായി സംസാരിച്ചു. നമസ്കാരം കേരള. ഏറ്റവും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, കേരളത്തിൽ തന്നെ കൃഷിക്കാർ എന്ന് പറയുന്നത് 50 സെന്റ് സ്ഥലത്തിന് താഴെയുള്ളവരാണ്. അവരെല്ലാവരും തന്നെയും പ്രധാനമന്ത്രിയുടെ ഈ 6 ലക്ഷം രൂപ കൃഷി യോജനയിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് വളരെ അനുഗ്രഹീതമായിരിക്കുകയാണ്. ന്യൂസ് 18 ഡൽഹി. മരുന്ന് വാങ്ങിക്കാനും പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഉദ്ഘാടനത്തെ ചൊല്ലി രാഷ്ട്രീയ പോരിന് തുടക്കം കുറിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ. ശ്രീകാര്യത്ത് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം നടത്തിയ ഉദ്ഘാടനത്തിൽ സംസ്ഥാന സർക്കാരിനെ ക്ഷണിച്ചില്ല. ഇതേ തുടർന്ന് കോട്ടയത്ത് കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ സംസ്ഥാനത്തിന് വേണ്ടി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കർഷകരുടെ അക്കൌണ്ടിലേക്ക് പണം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയായ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഉദ്ഘാടനമായിരുന്നു തർക്കത്തിന് കാരണം. തിരുവനന്തപുരം ശ്രീകാര്യം കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രത്തിൽ സംസ്ഥാന സർക്കാർ പ്രതിനിധികളില്ലാതെ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം ഉദ്ഘാടനം നിർവഹിച്ചു. വകുപ്പ് മന്ത്രിയോ സ്ഥലം MLAയോ മറ്റ് ജനപ്രതിനിധികളെയോ അറിയിക്കാതെയായിരുന്നു ചടങ്ങുകൾ. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ഉദ്ഘാടനം കോട്ടയത്ത് നടത്തി. സർക്കാർ പരിപാടികൾ BJP പാർട്ടി പരിപാടികൾ ആക്കുകയാണെന്നും ഫെഡറൽ സംവിധാനത്തെ കേന്ദ്രം തകർക്കുകയാണെന്നും മന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞു. സാമാന്യ മര്യാദ അനുസരിച്ച് സംസ്ഥാനത്തിലെ കൃഷി വകുപ്പ് മന്ത്രിയെ അത് കാണുക അല്ലെങ്കിൽ സംസാരിക്കുക ചെയ്യേണ്ടതാണ്. അത് ചെയ്യാതെ രാജ്യത്തെ ഗവൺമെന്റുകളുടെ പദ്ധതികൾ രാഷ്ട്രീയ പാർട്ടികളുടെ വേദികളാക്കി മാറ്റാൻ വേണ്ടി കേന്ദ്ര സ്ഥാപനങ്ങൾ തുനിയുന്നത് അത് വളരെ ഒരു തരം താഴ്ന്ന പരിപാടിയാണ്. ശ്രീകാര്യത്ത് ഉദ്ഘാടനം നടത്തിയതല്ലെന്നും പ്രധാനമന്ത്രിയുടെ ചടങ്ങിന് സാക്ഷിയാവുക മാത്രമായിരുന്നുവെന്നുമാണ് കണ്ണന്താനത്തിന്റെ മറുപടി. ഈ പദ്ധതി നടക്കുന്നത്, ഇതിന്റെ ഉദ്ഘാടനം ഇപ്പൊ നടന്നത് ഗോരഖ്പൂറാണ്. അപ്പൊ കടകംപള്ളി സുരേന്ദ്രനോ സുനിൽകുമാറിനോ ഗോരഖ്പൂരിൽ പോകണമെങ്കിൽ പോകാം, യാതൊരു പ്രശ്നവുമില്ല. ഇതിവിടെ ഞങ്ങളെല്ലാം കൂടെ ഇതിന് സാക്ഷിയായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിനകത്ത് പ്രധാനമന്ത്രി അങ്ങോട്ടും ഇങ്ങോട്ടും കർഷകരോട് ചോദ്യം ചോദിച്ചു. നേരത്തെ ശിവഗിരി സർക്യൂട്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ചും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ തർക്കം നടന്നിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ഉത്തർപ്രദേശിലെ പ്രയാഗ് കുംഭമേളയിൽ പങ്കെടുക്കവെ ശുചീകരണ തൊഴിലാളികളുടെ പാദം കഴുകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ത്രിവേണി സംഗമത്തിൽ സ്നാനത്തിനുശേഷം ആരതി പൂജകളും അദ്ദേഹം നിർവഹിച്ചു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും മോദിക്കൊപ്പമുണ്ടായിരുന്നു. കുംഭമേളയിൽ സ്നാനം ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായെന്നും 130 കോടി ഇന്ത്യക്കാർക്കായി പ്രാർത്ഥിച്ചെന്നും മോദി ട്വീറ്റ് ചെയ്തു. മോദി സർക്കാരിനെതിരെ രാജ്യവ്യാപകമായി പ്രചാരണത്തിന് തയ്യാറെടുത്ത് കനയ്യകുമാർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും ഇല്ലെങ്കിലും ഇന്ത്യയാകെ മോദിക്കെതിരെ പ്രചാരണത്തിന് മുൻനിരയിലുണ്ടാവുമെന്ന് കനയ്യകുമാർ വ്യക്തമാക്കി. ഭരണഘടന സംരക്ഷിക്കാൻ പ്രതിപക്ഷ ഐക്യം അനിവാര്യമാണെന്നും കനയ്യ പറഞ്ഞു. Whether I will contest or not, it is not confirmed yet, but one thing is confirmed. I will contest election or not, that I don't know, but definitely I will fight against this communal fascist regime. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകൾ. പൊതുവായ വിഷയങ്ങൾക്ക് പുറമെ തെരഞ്ഞെടുപ്പ് ഫലം നിശ്ചയിക്കുന്നതിൽ അതാത് മണ്ഡലങ്ങളിലെ സവിശേഷ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി ഘടകങ്ങളാണ്. ന്യൂസ് 18 ഇലക്ഷൻ മെഗാ ഷോയിൽ ഈ ആഴ്ച ചർച്ച ചെയ്തത് 9 ലോക്സഭാ മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ. ഇരട്ടക്കൊലപാതകം തൊട്ട് സ്ഥാനാർത്ഥിയുടെ മികവ് വരെ തെരഞ്ഞെടുപ്പ് ഫലം നിർണ്ണയിക്കുന്നതിൽ കാരണങ്ങളായേക്കാമെന്ന് അവിടെങ്ങനെ ജയിക്കുമെന്ന ചർച്ചയിൽ പങ്കെടുത്ത രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ അഭിപ്രായപ്പെട്ടു. കേരളത്തിലെ ഓരോ മണ്ഡലവും അതാതിന്റെ സവിശേഷ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉള്ള ഇടങ്ങളാണ്. സമകാലിക രാഷ്ട്രീയ സാഹചര്യത്തിൽ കാസർഗോഡ് മണ്ഡലം സംസ്ഥാനത്തൊട്ടാകെ ചർച്ചയാണ്. അടിയന്തര പരിഗണന അർഹിക്കുന്ന ഒരു വിഷയം പയ്യന്നൂരിനടുത്തുള്ള കണ്ടങ്ങളിലെ നിർദ്ദിഷ്ട എണ്ണ സംഭരണശാലയുടെ പ്രശ്നമാണ്. എൻഡോസൾഫാനും സാമുദായിക സമവാക്യവും നിലവിലെ MPയുടെ പ്രകടനവുമൊക്കെ വിഷയങ്ങളായെടുത്ത് ഇരട്ടക്കൊല തന്നെ പ്രചാരണത്തിൽ മുഴച്ചു നിൽക്കും. കാസർഗോഡിന് പുറത്തായിരിക്കും ഈ ഇരട്ടക്കൊലപാതകം ഏറ്റവും കൂടുതൽ ജനങ്ങളെ സ്വാധീനിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇടതുപക്ഷത്തിന് വേരോട്ടമുള്ള ആലപ്പുഴയും കൊല്ലവും മറുപക്ഷത്തേക്ക് ചായുന്നതെങ്ങനെ? രാഷ്ട്രീയമാണോ സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായ മികവാണോ ഘടകം? കേസ് ജയിച്ചു കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ പ്രധാനപ്പെട്ട വകുപ്പിന്റെ ഒരു മന്ത്രിയാണ് ആലപ്പുഴക്കാർ ജയിപ്പിക്കാൻ ആലപ്പുഴയ്ക്ക് കിട്ടുക. കുത്തക മണ്ഡലങ്ങളിൽ കരുത്തരെ നേരിടാൻ കൂടുതൽ ശക്തരെ ഇറക്കിയാൽ അവിടെ എങ്ങനെ ജയിക്കും? CPMന്റെ ആറ്റിങ്ങലിലും ലീഗിന്റെ പൊന്നാനിയിലും പൊടിപാറുമോ പോരാട്ടം? ഈ ജാതി ഘടകങ്ങൾ മാത്രം ഒരു ഭയങ്കര പ്ലേ ഉണ്ടാകുമെന്നും അതിൻ്റെ പേരിൽ വോട്ടുകൾ കംപ്ലീറ്റ് മാറുമെന്ന് പറയുന്ന ആ തിയറിയൊക്കെ നമ്മൾ മാറ്റി എഴുതേണ്ട കാലമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. വയനാടിന്റെ ഗതി നിർണ്ണയിക്കുക മലപ്പുറത്തെ 3 മണ്ഡലങ്ങൾ തന്നെയാകുമോ? മറ്റൊരു കാർഷിക മേഖലയായ ഇടുക്കി മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടി എത്തുമോ? സഭാ തർക്കത്തിലെ സർക്കാർ നിലപാട് കോട്ടയത്തും ചാലക്കുടിയിലും വോട്ട് നിർണ്ണയിക്കുമോ? ന്യൂസ് ഡെസ്ക്
ന്യൂസ് 18. ഇന്ത്യൻ സിനിമയുടെ ഭാവസൗന്ദര്യം ശ്രീദേവിയുടെ ഓർമ്മകൾക്ക് ഇന്ന് 1 വയസ്സ്. മുംബൈയിലെ വസതിയിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ ചലച്ചിത്ര രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. വിവിധ ഭാവങ്ങളിലൂടെ സിനിമ ആസ്വാദകരെ വിസ്മയിപ്പിച്ച ശ്രീദേവിയുടെ വിയോഗത്തിന് ഒരാണ്ട്. നഷ്ടവസന്തത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഇന്നും ഇന്ത്യൻ ചലച്ചിത്ര ലോകം കണ്ണീരോടെ. 2018 ഫെബ്രുവരി 24-നാണ് ദുബായിലെ ഹോട്ടൽ മുറിയിലെ ബാത്ടബിൽ മുങ്ങി ശ്രീദേവി മരിക്കുന്നത്. മരണത്തിലെ ദുരൂഹത നീക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. മകൾ ജാൻവിയുടെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റം ശ്രീദേവിയുടെ വലിയ സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു. ജാൻവി നായികയായി അഭിനയിക്കുന്ന ധഡക് എന്ന സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കവെയാണ് ശ്രീദേവി മരിക്കുന്നത്. 2017 പുറത്തിറങ്ങിയ മോം ആണ് ശ്രീദേവി നായികയായി അഭിനയിച്ചെത്തിയ അവസാന ചിത്രം. നീണ്ട വർഷങ്ങൾ സിനിമയിൽ അഭിനയിച്ചിട്ടും ലഭിക്കാതെ പോയ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ശ്രീദേവിക്ക് ലഭിച്ചതും ഈ ചിത്രത്തിലൂടെയായിരുന്നു. മരണശേഷവും നിരവധി പുരസ്കാരങ്ങൾ ശ്രീദേവിയെ തേടിയെത്തി. ഹിന്ദി, മലയാളം, തമിഴ്, തെലുങ്ക്, ഉറുദു തുടങ്ങി വിവിധ ഭാഷകളിലായി 300-ലധികം സിനിമകളിൽ ശ്രീദേവി ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ ചെയ്തു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സംവിധായകൻ ലെനിൻ രാജേന്ദ്രന്റെ സഹായിയായിരുന്ന നയന സൂര്യൻ മരിച്ച നിലയിൽ. തിരുവനന്തപുരത്ത് വഴുതക്കാട്ടെ വാടക വീട്ടിലാണ് സംഭവം. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയുന്ന രോഗത്തിന് ചികിത്സയിലായിരുന്നു നയന. ലെനിൻ രാജേന്ദ്രന്റെ നിഴൽ, അതായിരുന്നു നയന. സിനിമാ മോഹവുമായി തീരദേശമായ ആലപ്പാട്ട് നിന്ന് തിരുവനന്തപുരത്തിന്റെ അപരിചിതത്വത്തിലേക്ക് വന്നിറങ്ങുകയായിരുന്നു അവൾ. സീഡിറ്റിലെ താൽക്കാലിക ജോലിക്കു പിന്നാലെ ലെനിൻ രാജേന്ദ്രനെ പരിചയപ്പെട്ടത് ജീവിതത്തിൽ വഴിത്തിരിവായി. മകരമഞ്ഞ് മുതൽ ലെനിൻ രാജേന്ദ്രന്റെ സംവിധാന സഹായിയായി പ്രവർത്തിച്ചു. മീനമാസത്തിലെ സൂര്യൻ എന്ന ചിത്രത്തോടുള്ള പ്രണയത്താൽ നയന എന്ന പേരിനൊപ്പം സൂര്യൻ എന്ന് ചേർത്തു. ലെനിൻ രാജേന്ദ്രന്റെ ക്രോസ് റോഡ് എന്ന സിനിമാ സമാഹാരത്തിൽ പക്ഷികളുടെ മണം എന്ന ചെറുചിത്രം നയന സംവിധാനം ചെയ്തു. ലെനിൻ രാജേന്ദ്രൻ മരിച്ച് 41 ദിവസം തികയുമ്പോൾ നയനയും ജീവിതത്തോട് വിട പറഞ്ഞു. വഴുതക്കാട്ടെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയുന്ന രോഗത്തിന് ചികിത്സയിലായിരുന്നു നയന. കടുത്ത വിഷാദ രോഗത്തിന്റെ പിടിയിലായിരുന്നുവെന്നും സുഹൃത്തുക്കൾ പറഞ്ഞു. മൃതദേഹം മാനവീയം വീതിയിൽ പൊതുദർശനത്തിന് വെച്ചു. സംസ്കാരം നാളെ ആലപ്പാട്ട് നടക്കും. ന്യൂസ് 18 തിരുവനന്തപുരം.